അല്ല, ഇപ്പൊ ഞാൻ അർത്ഥം വെച്ചതും അർത്ഥം വെച്ചതും ഒന്ന് തന്നെയാണ് സഹോദരൻ. ഇത് മാത്രമല്ലല്ലോ, നമുക്ക് വിഷയങ്ങൾ ധാരാളം വിഷയങ്ങളുണ്ട്. ആളുകൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഒരു കാര്യം കൂടി ഉണർത്തി ആ ഭാഗം നിർത്തി അടുത്ത വിഷയങ്ങളിലേക്ക് കടക്കലായിരിക്കും നല്ലത്. ഇപ്പൊ ഒന്ന് ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോൾ മഹാത്മാക്കളായ നമ്മുടെ പൂർവികർ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് സാധാരണക്കാർക്ക് കേൾക്കുമ്പോൾ ഏറ്റവും വലിയ തെളിവ് അതാണ്. നമ്മൾ ഒരാൾ ഒരു ആയത്തോരി അങ്ങനെ പറയും, വേറെ ആളെടുത്ത് ഇങ്ങനെ പറയും. എന്നാൽ പൂർവികരായ ആളുകൾ അങ്ങനെ ഖബറിന്റെ അടുത്ത് ബർക്കത്തിന് വേണ്ടി പോയിട്ടുണ്ടോ, അവര് ചെന്ന് ഇസ്തിഹാസം നടത്തിയിട്ടുണ്ടോ, ഇത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലിയ രേഖ. ഷാഫി ഇമാമിന് ഖുർആൻ മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണെന്നുള്ളതിൽ ലോകത്തൊരാൾക്കും തർക്കമില്ലല്ലോ. ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മഹാത്മാക്കളെ മഖബറയിലേക്ക് പോയി അവിടുന്ന് ബർക്കത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് സിയാറത്ത് ചെയ്യുകയും തവസ്സുലാക്കുകയും ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഷാഫി ഇമാം പറയാണ്, ഇന്നീല തബറക്കു ബി അബി ഹനീഫത, ഞാൻ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കൊണ്ട് ബർക്കത്ത് കൊടുക്കും. അബൂ ഹനീഫ തങ്ങൾ ആരാ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിന്റെ ഉസ്താദാണ്, ഒന്നാമത്തെ മദ്ഹബിന്റെ പണ്ഡിതൻ. വ അജീഉ ഇലാ ഖബരിഹി, എന്നിട്ട് ബർക്കത്ത് തേടി ഞാൻ ബഹുമാനപ്പെട്ടവരെ ഖബറുകളിൽ പോകും. ഫീ കുല്ലി യൗമിൻ യാനി സായിറ, അന്ന് മഹാന്റെ ചാരത്ത് താമസിക്കുന്ന ദിവസം എല്ലാ ദിവസവും സിയാറത്തിന് വേണ്ടി പോകും. ഫഇദാ അറലത്ത് ഹാജത്തുൻ, എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാൽ സ്വല്ലൈതു റകഅത്തൈനി, ഞാൻ 2 റകഅത്ത് ആദ്യം നിസ്കരിക്കും. വജിഅതു ഇലാ ഖബരിഹി, ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ഖബറുകളിൽ പോകും. വസഅൽതുല്ലാഹൽ ഹാജത ഇൻദഹു, ആ ഖബറിന്റെ സമീപത്ത് വെച്ച് ഞാൻ അല്ലാഹുവിനോട് എന്റെ ആവശ്യം ചോദിച്ചാൽ ഒട്ടും താമസിക്കാതെ എന്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടും. അപ്പൊ മഹാത്മാക്കളെ ബർക്കത്ത് മുൻനിർത്തി ദുആ ചെയ്യുക ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചെയ്ത പരിപാടിയാണ്. ഇമാം ഖത്തീബുൽ ബഗ്ദാദി താരിഖ് ബഗ്ദാദിന്റെ 1-ാം വാല്യം 123-ാമത്തെ പേജിൽ എഴുതുന്നു. ഇനി മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സ്വഹാബാക്കൾ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിച്ചു. ആ മഹാനവറുകൾ എന്താ പറയുന്നത്? റസൂലുള്ളാഹിനെ വിളിക്കുക, വഫാത്തായ നബി തങ്ങളെ, യാ സയ്യിദ സാദാത്തി ജിഅ്തുക ഖാസിദ, നേതാക്കളുടെ നേതാവായ നബിയെ, ഞാനിതാ അങ്ങേ കരുതി വന്നിരിക്കുന്നു. അർജു റിളാക വഅഹ്തമി ബിഹിമാക, അങ്ങയുടെ പൊരുത്തം ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ സംരക്ഷണം ഞാൻ തേടുന്നു. ആരാ പറയുന്നത്? മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ശിർക്ക് തിരിഞ്ഞില്ലേ, തൗഹീദ് തിരിഞ്ഞില്ലേ, വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടിയാൽ അതും മുശ്രിക്കായി പോകുന്ന പരിപാടിയാണെങ്കിൽ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മുജാഹിദുകൾ സർവ്വ പുസ്തകത്തിലും റഹിമഹുല്ലാഹ് എന്ന് എഴുതാറില്ലേ, പറയാറില്ലേ? മഹാനവറുകൾ ഇത് പറയുന്നു. തന്റെ ഖസീദത്തുൻ നുഅ്മാനിയിൽ കാണാം. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി ഖൈറാത്തുൽ ലിസാനിൽ ഉദ്ധരിച്ചതും കാണാം. അതുപോലെ തന്നെ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു, 2-ാം ഷാഫി എന്ന് മുജാഹിദുകളുടെ നിരവധി പുസ്തകത്തിൽ എഴുതിയാൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ ഖബറിനടുക്കൽ ചെല്ലുമ്പോൾ എന്താ ചെയ്യേണ്ടത് വിശദീകരിക്കുന്നു. സുമ്മ യർജു ഇലാ മൗഖിഫിൽ അവൽ ഖുബാല വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സലാം പറഞ്ഞ് പിന്നെ 2 സ്വഹാബാക്കൾക്ക് സലാം പറഞ്ഞ് പിന്നെ നേരെ വന്ന് നബിതങ്ങൾക്ക് മുഖാമുഖമായി നിൽക്കണം. അവിടെ വഹാബികൾ നിൽക്കുന്നത് പോലെ റസൂലുള്ളാഹിക്ക് മുന്നിട്ട് നിൽക്കാൻ പാടില്ല, ഖിബിലന്റെ നേരെ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. അതല്ല ശരി. കാരണം ഖിബിലയേക്കാൾ ബഹുമാനമുള്ളത് അഷ്റഫുൽ ഖൽഖ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. സാധാരണ ദുആ ചെയ്യുമ്പോൾ ഖിബലക്ക് മുന്നിൽ സുന്നത്തുണ്ട്. എന്നാൽ നബിതങ്ങളുടെ മുമ്പിലാകുമ്പോൾ റസൂലുള്ളാഹിക്ക് നേരെ തന്റെ പിൻഭാഗം തിരിച്ചു വെക്കൽ അപമര്യാദയാണ്. അതുകൊണ്ട് നബിയുടെ മുഖാമുഖമാണ് നിൽക്കേണ്ടത്. എന്നിട്ട് വയതവസ്സലു ഫി ഹഖി നഫ്സിഹി, തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ നബിയെ തവസ്സുലാക്കണം. വയസ്തസ്ഫിഉ ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശുപാർശ തേടുകയും വേണം. ലോകപ്രസിദ്ധമായ തന്റെ ഗ്രന്ഥം ശറഹുൽ മുഹദ്ദബ് 8-ാം വാല്യം 284-ാമത്തെ പേജ് ഇത് രേഖപ്പെടുത്തിയ ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഇനി നോക്ക് നിങ്ങൾ, മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, വഹാബികൾ അവരുടെ പുസ്തകത്തിൽ ഞങ്ങളാണെന്ന് പറയാൻ ശ്രമം നടത്തിയ മഹാനവറുകൾ ബഹുമാനപ്പെട്ടവരെ ഒരാൾ ഖബർ സിയാറത്തിന് പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അല്ലാഹുമ്മ ഇന്നക ഖദ് ഖുൽത വ ഖൗലുകൽ ഹഖ്, റസൂലുള്ളാഹിന്റെ റൗള ശരീഫിന്റെ അടുത്ത് എന്നാൽ പറയണം, പടച്ചവനെ നീ പറഞ്ഞല്ലോ, നിന്റെ വാക്ക് സത്യമായിരിക്കില്ലേ? എന്താണത്? വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അവർ വല്ല തെറ്റും ചെയ്താൽ അങ്ങയുടെ സമീപത്ത് വരുന്നു, എന്നിട്ട് അല്ലാഹുവോട് അവർ മാപ്പിരക്കുകയും അവർക്ക് വേണ്ടി അങ്ങ് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ അവർ അല്ലാഹുവിനെ പാശ്ചാത്താപം സ്വീകരിക്കുന്നവരും കരുണാവാരിധിയുമായി എത്തിക്കുമെന്ന് പടച്ചവനെ നീ പറഞ്ഞല്ലോ, അത് സത്യമാണല്ലോ. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നാ ഖദ് സമിഅനാ ഖൗലക, പടച്ചവനെ നിന്റെ വാക്ക് ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു. വഅതഅനാ അംറക, നിന്റെ കൽപ്പനക്ക് ഞങ്ങൾ
വഴങ്ങുകയാണ്. ഇത് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും ബാധ കാണുന്ന അങ്ങയുടെ പ്രവാചകനെ കരുതിയതാ ഞങ്ങൾ വന്നിരിക്കുന്നു. മുസ്തസ്ഫിഈന ബിഹി ഇലൈക, ആ നബിയോട് നിന്നിലേക്ക് ശുപാർശ തേടിക്കൊണ്ട് ഫീ ദുനൂബിനാ, ഞങ്ങളുടെ പാപത്തിന്റെ കാര്യത്തിൽ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ ആ സിയാറത്ത് വിവരിക്കുന്നിടത്ത് വിശദീകരിച്ചത് കാണാം. ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി, അങ്ങയെ കൊണ്ട് ഞാനിതാ എന്റെ റബ്ബിലേക്ക് മുന്നിടുന്നു. ലിയഗ്ഫിറ ലീ ദുനൂബി, അല്ലാഹു എന്റെ പാപം പൊറുക്കാൻ അങ്ങയെ കൊണ്ട് ഞാൻ റബ്ബിലേക്ക് മുന്നിടുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ്ഖിഹി, പടച്ചവനെ ഈ പ്രവാചകന്റെ ഹഖ് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അൻ തഗ്ഫിറ ലീ വതർഹമനി, എനിക്ക് നീ പുറത്തു തരണം, എന്നോട് കരുണ കാണിക്കണം. ഉന്നത്തു ത്വാലിബീനിൽ സിയാറത്ത് വിശദീകരിക്കുന്നിടത്ത് മഹാനായ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ മഹാത്മാക്കളൊക്കെ ചെയ്ത ഒരു പരിപാടി ലോകത്ത് 1400 വർഷങ്ങളായി ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളും ആചരിച്ചു വരുന്ന ഒരു പരിപാടി. അള്ളാഹു മഹാത്മാക്കൾ കൊടുക്കുന്ന അമ്പിയാക്കൾ കൊടുക്കുന്ന മോചിയത്ത്, ഔലിയാക്കൾക്ക് നൽകുന്ന കറാമത്ത്, അത് മുൻനിർത്തി നമുക്ക് സഹായം കിട്ടുമെന്ന വിശ്വാസത്തോടെ അവരെ സമീപിക്കുന്നതും ആ സ്നേഹത്തിന്റെ പേരിൽ അവരെ വിളിക്കുന്നതും അവരെ ഖബർ സിയാറത്ത് ചെയ്യുന്നതും ബഹുദൈവ ആരാധനയായി ചിത്രീകരിച്ച് മുസ്ലിങ്ങളെ മുശ്രിക്കാക്കിയിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടോ മറ്റേത് പ്രയോഗം പറഞ്ഞ് കബളിപ്പിച്ചതുകൊണ്ടോ കാര്യമില്ല. ആ വിഷയം ഇനി ഇവിടെ മതിയാക്കുകയാണ്. അടുത്ത വല്ല വിഷയങ്ങളുണ്ടെങ്കിൽ ചോദ്യകർത്താക്കൾ കടന്നു വരാവുന്നതാണ്.